ഹലോ വിയേഴ്സ്, ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട എല്ലാ റൈഡേഴ്സിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. കായംകുളത്ത് സ്ഥിതി ചെയ്തിരുന്ന നമ്മുടെ സൈക്കിൾ ഷോറൂമായ നാസ് ബൈക്ക് സോൺ ഹരിപ്പാട് ഡാണപ്പടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന റൈഡേഴ്സ് എല്ലാം ഷോറൂമിൻ്റെ ഇനാഗുറേഷന് പങ്കെടുക്കാൻ വന്നവരാണ്. ബൈക്ക് സോണിൻ്റെ ഇനാഗുറേഷന് വേണ്ടി ഒരു ലോങ് റൈഡ് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഹെവി റെയിൻ ആയതിനാൽ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈക്ക് സോൺ തൊട്ട് എടത്വ ജംഗ്ഷൻ വരെയാക്കി. ഇന്നത്തെ ഈ റൈഡ് കൊണ്ടുള്ള ഒരു പ്രധാന മോട്ടിവേഷൻ കാണിച്ചു തരുന്നത് സൈക്ലിംഗ് വ്യായാമത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് എങ്ങനെ ചെറുത്തു നിൽക്കാം എന്നതും കൂടിയാണ്. സൈക്കിൾ ചവിട്ടുന്നത് ആരെയും എൻകറേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ സൈക്കിൾ ചവിട്ടി വരുന്നവരാണ്. കുറേ പ്രായം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ഇൻട്രസ്റ്റ് മോട്ടോർ വാഹനങ്ങളിലേക്ക് തിരിക്കും. പിന്നെ നമ്മൾക്ക് സൈക്ലിംഗ് വ്യായാമം സസ്റ്റെയിൻ ചെയ്യാതെ വരും. അങ്ങനെ പ്രായം കൂടിക്കൂടി വരുമ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ സമയങ്ങളിലാണ് പല രോഗങ്ങളും നമ്മളെ തേടി വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് സൈക്ലിംഗ് വ്യായാമത്തിൻ്റെ ഒരു അവയറൻസ് നിങ്ങളിൽ എത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഫിസിക്കലി ആണെങ്കിലും മെൻ്റൽ ഹെൽത്ത് വൈസ് ആണെങ്കിലും വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഒട്ടും പൊള്യൂറ്റി ഇല്ലാത്ത എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രാവലാണിത്. എനിക്ക് സൈക്ലിങ്ങിലൂടെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്കിതുവരെയും പോകാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങൾ, അത്രയും ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങൾ സൈക്ലിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റി. ഇതുകൂടാതെ വളരെയധികം ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു സൈക്ലിംഗ് ഗ്രൂപ്പിലൂടെ. അപ്പൊ നമ്മുടെ ഒഫീഷ്യലി ഹരിപ്പാട് ഇനാഗുറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു റൈഡോട് കൂടി ഇന്നത്തെ നാസറിൻ്റെ ബൈക്ക് സോൺ കായംകുളത്ത് നിന്ന് ഹരിപ്പാടേക്ക് മാറിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഹരിപ്പാടുകാർക്ക് വളരെ സന്തോഷമാണ്. സർവീസും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ തൊട്ടടുത്താണ് വന്നിരിക്കുന്നത്. പിന്നെ വേറെന്ത് കാര്യം എന്ന് വെച്ചാൽ മറ്റേത് നാഷണൽ ഹൈവേയിലായിരുന്നു ഒതുങ്ങിയ സ്ഥലത്തായപ്പോഴത്തേക്ക് വളരെ എല്ലാവർക്കും വന്ന് ബസ് സ്റ്റാൻഡിന് അടുത്താണ്, ഹരിപ്പാട് ബസ് സ്റ്റാൻഡിന് അടുത്താണ്. ദൂരെയുള്ളവർക്കാണ് വരാൻ സൗകര്യമാണ്. എന്തായാലും നല്ല കാര്യമാണ്. ഇന്നൊരു നല്ല റൈഡും ഒക്കെ ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, അതെ, നമ്മുടെ നാസർ ഭായിയുടെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനോട് റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പങ്കെടുക്കാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നത്. അവിടെ എത്ര പേര് വന്നത്? ഞങ്ങൾ മൊത്തം ഒരു 8 പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾ SM റൈഡേഴ്സ്, സൈക്കിൾ തൃശ്ശൂർ, അമിറ്റി റൈഡേഴ്സ്, ഞങ്ങളെല്ലാവരും കൂടെ മൂന്ന് ക്ലബ്ബാണ്. മൂന്ന് ക്ലബ്ബിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ക്യൂ നിന്നേ പോകാൻ പറ്റത്തുള്ളൂ. ഇതുകൊണ്ട് പോയി ആദ്യം ഫുഡ് കിട്ടുന്നത് ഒരു ഐഡിയ. ചൂടുള്ള നല്ല ചിക്കൻ കറിയും ഇടിയപ്പവും സംഭവം പൊളിച്ചിട്ടുണ്ട്. ഹായ് നാസറിക്ക. കായംകുളത്തുനിന്ന് നമ്മുടെ ഷോപ്പ് ഹരിപ്പാടോട്ട് വന്നതിനെ പറ്റി ഒന്ന് പറയാം. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നാഷണൽ ഹൈവേയുടെ വികസനം കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് റോഡ് മൊത്തം കൺജസ്റ്റഡ് ആയി. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയൊരു ലൊക്കേഷനിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഈ പറയുന്ന പോലെ രാവിലെ 6 മണിക്ക് സ്റ്റോറിൽ ആരെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഹരിപ്പാടേക്ക് മാറിയത്. ഹരിപ്പാട് വേറെ പ്രത്യേകതയുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അല്ല, നിങ്ങളെ കാര്യം വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഇതല്ലേ സൂര്യബായി ഇരിക്കുന്നതാണ്. ഇങ്ങനെ കാണിച്ച് സൂര്യബായി വരുന്നത് തൃശ്ശൂരിൽ നിന്നതാണ്. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെ കിടക്കണം. അപ്പം നിങ്ങൾ സൈക്ലിംഗ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കായംകുളത്ത് ഉണ്ടായിരുന്നുകൊണ്ടല്ലേ, ഞങ്ങളൊക്കെ സൈക്കിൾ ഓടാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ പോയാൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കായംകുളം ഒരുപാട് 12 കിലോമീറ്ററല്ലേ ഉള്ളൂ. ഗിരീഷേട്ടന് 1200 1300 ചവിട്ടുന്ന ഗിരീഷേട്ടന് 12 കിലോമീറ്ററാണ് വലിയ കാര്യം. ഷോപ്പ് ബേസിക്കലി നമ്മൾ കായംകുളത്തുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ശരിക്കും ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സ്കോട്ട്, ബെർഗമൗണ്ട്, അവന്തി, കാനോണ്ടൈൽ അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് നമ്മളിവിടെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. അവിടെ ഉള്ള പോലെ തന്നെ ഹൈബ്രിഡ് ബൈക്സ് അല്ലെങ്കിൽ MTB, റോഡ് ബൈക്സ് ഇങ്ങനെയുള്ള ബൈക്കുകളൊക്കെ ഉണ്ട്.
പിന്നെ നമ്മൾ അവിടെ ശരിക്കും അവിടെ ഉണ്ടായിരുന്ന അതേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യത്യസ്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആ പെയിൻറ്റിങ് കോമ്പിനേഷൻ കാണാൻ കഴിയും. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം സ്റ്റോർ. പഴയ വീഞ്ഞ് തന്നെ പുതിയ കുപ്പിയിലെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കാര്യം. സ്റ്റോക്കിൻ്റെ അത് കുറച്ച് അപ്ഡേഷൻ, രാവൽ ബൈക്ക്, സ്പീഡ്സ് സീരീസ് ഏറ്റവും ലേറ്റസ്റ്റ് ഇങ്ങനെയുള്ള ബൈക്കുകളൊക്കെ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ. ഇന്നത്തെ ദിവസം സെയിലായ പുതിയ സൈക്കിൾ ഇന്നത്തെ ദിവസം സെയിലായെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഫസ്റ്റ് ഒരു ബൈക്ക് നമ്മൾ ഡെലിവറി ഭയങ്കര സന്തോഷമാണ്. കാര്യം വെച്ചാൽ ഒരു നമ്മൾ പുതിയ സ്റ്റോർ തുടങ്ങിയ സമയത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ബൈക്ക് 2025 അതിൻ്റെ വേറെ മോഡൽസ് ഇറങ്ങിയ 2025 ഒരേ ഒരു വണ്ടിയെ വന്നുള്ളായിരുന്നു. ആ ബൈക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഭയങ്കര സന്തോഷമാണ്. അത് നിങ്ങളുടെയൊക്കെ എല്ലാവരെയും ഉപയോഗിച്ച് റൈഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര വളരെ സന്തോഷമുണ്ട് ഷോപ്പിലൂടെ വന്നതുകൊണ്ട്. താങ്ക്സ്. താങ്ക് യു. ഷോറൂം ഹരിപ്പാട്ടോട്ട് വന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളും വരെ പോകണ്ടല്ലോ. വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു 3.5 കിലോമീറ്റർ ചവിട്ടി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് എത്താം. നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ കൂടുതൽ സമയമൊന്നും പാഴാക്കാതെ തന്നെ കൂടുതൽ ആയാസരഹിതമായിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് പോകാം. വേണമെങ്കിൽ സൈക്കിള് ഇവിടെ വന്നിട്ട് നമ്മുടെ ബൈക്ക് സർവീസിന് കൊടുത്താൽ എനിക്കിത് വേണമെങ്കിൽ തിരിച്ച് നടന്ന് വിട്ടിട്ട് പോകുന്ന ദൂരമല്ല ഉള്ളൂ. അതും ഒരു എക്സർസൈസ് ആകും. അപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. ഞങ്ങൾ നാസർക്കായിട്ട് നല്ല ബന്ധമാണ്, നിരവധി വർഷമായിട്ട് നല്ല ബന്ധമാണ്. നമ്മളെ ചലഞ്ച് കാര്യങ്ങളൊക്കെ ആയാലും നമ്മളെ സപ്പോർട്ടിങ് ആയാലും നമ്മളെ പരിപാടിക്കൊക്കെ നാസർക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ നാസർക്കരെ നമ്മൾ സൈക്കിളും നല്ലോണം മേടിക്കാറുണ്ട്. അപ്പോൾ നാസർക്കനായിട്ടുള്ള ബന്ധം കാരണമാണ് നമ്മൾ നല്ല കനത്ത മഴയൊക്കെയായിരുന്നു എന്നിട്ട് വരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് റൈഡ് ചെയ്തു. എസ് റൈഡേഴ്സ്. ലാസ്റ്റ് ടൈമിൽ സ്കോട്ടിൻ്റെ ഇവൻ്റ് ഉണ്ടായിരുന്നു, അതിന് ഇവിടെ തന്നെ. അപ്പോൾ അതിന് ഞങ്ങൾ ഇതുപോലെ തന്നെ വന്നിരുന്നു. റൂം കണ്ടിട്ട് എങ്ങനെ ഉണ്ട്? സൂപ്പറാണ്. അടിപൊളി. ഇവിടേക്ക് വന്നത് നമുക്ക് വളരെ സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നാസറിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ 24/7 പറഞ്ഞേക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ സമയവും കാലവും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ഭംഗിയായിട്ട് പഴയതിനേൽ നല്ല രീതി നാസറിന് നമുക്ക് സർവീസ് നൽകാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. പിന്നെ എല്ലാവിധ ആശംസകളും നമ്മുടെ നാസറിന് നമ്മൾ നാസർക്ക് ഈ വീടിനടുത്തോട്ടുള്ള കടയാകുമ്പോഴത്തേക്ക് സൈക്കിൾ സർവീസ് ചാർജും പുതിയ സൈക്കിളിൻ്റെ ഒക്കെ പ്രൈസ് കുറച്ച് തരാമെന്ന് റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ നല്ലതായിരുന്നു. ഇടിയപ്പവും ചിക്കൻ കറി അല്ലേ? ഫുഡ് എപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഹരിപ്പാട്ടേക്ക് നമ്മുടെ ബൈക്സ് കൊണ്ട് വന്നതിൽ അതിയായ സന്തോഷം. ഹരിപ്പാട്ടുകാർക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ്. നമസ്കാരം. എവിടുന്നാണ് വരുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എന്താ പേരെന്താ? എൻ്റെ പേര് സഫർ. ഞാൻ ആലപ്പുഴ ബീച്ച് വില്ലേജ് ക്ലബ്ബിലെ മെമ്പറാണ്. ഷോപ്പിനെ പറ്റി നല്ലൊരു അഭിപ്രായമാണ്. മുമ്പ് ഒരുപാട് പർച്ചേസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ചും കൂടി അടുത്തായിട്ടുണ്ട്. ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം. താങ്ക്